നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഒക്ടോബർ 15-ാം തീയതി വരാനിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും അതിന്റെ പ്രിപ്പറേഷനൊക്കെ ചെറിയ രീതിയിലെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കാണും. എത്രയായിരുന്നു കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ്? എത്ര മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും, നമുക്ക് മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റും? ഏത് രീതിയിലാണ് നമ്മുടെ പ്രിപ്പറേഷനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? മുൻവർഷ കട്ട് ഓഫ് നോക്കി കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. എത്ര മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാം? താ പിടിച്ചോ മക്കളെ, ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് പ്രകാരം 26/2022 എന്ന് പറയുന്ന നമ്മുടെ KSFE-യിലേക്കും അതേപോലെ തന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്കും ദെൻ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലേക്കും ഒക്കെയുള്ള പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ബോർഡുകളിലേക്കുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എത്രയാണ് മക്കളെ? ഇതാണ് കട്ട് ഓഫ്. നോക്കിയാൽ പ്രിലിംസിന്റെ കട്ട് ഓഫ് 39.0776 ആയിരുന്നു. 39.0776 ആയിരുന്നു. ഇതും പ്രിലിംസും മെയിൻസും ഉള്ള എക്സാം ആണ്. അത്യാവശ്യം നല്ല നിലവാരം പുലർത്തിയ പ്രിലിംസ് പരീക്ഷ നടന്ന എക്സാമിനേഷൻ ആണ്. 39 ആയിരുന്നു ആ സമയത്തെ കട്ട് ഓഫ്. ദെൻ മെയിൻസിലേക്ക് എത്തിയപ്പോൾ ഈ KSFE-യിലേക്കും KSEB-യിലേക്കും ഉള്ള പോസ്റ്റിൽ 43.33 ആണ് കട്ട് ഓഫ്. 43.33 ആണ് കട്ട് ഓഫ്. മെയിൻ ലിസ്റ്റിൽ 3763 പേരെയാണ് എന്ത് ചെയ്തത്? മെയിൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുത്തിയത്. മെയിൻ ലിസ്റ്റിൽ മാത്രം 3763 പേരെ ഉൾപ്പെടുത്തി. സപ്ലിമെന്ററി ലിസ്റ്റ് വേറെ ഉണ്ട്. മെയിൻ ലിസ്റ്റിൽ മാത്രം ഇത്രയും പേരെ എന്ത് ചെയ്തു? ഉൾപ്പെടുത്തി. ഓക്കെ, അപ്പം 39 ആണ് പ്രിലിംസിന്റെ കട്ട് ഓഫ്. മെയിൻസിലേക്ക് വരുമ്പോൾ 43.33 കട്ട് ഓഫ് ആയിട്ട് വന്നു. ഇനി നിലവിലത്തെ നിയമനം നോക്കിയാൽ പകുതിയോടടുത്ത് മെയിൻ ലിസ്റ്റിന്റെ പകുതിയിൽ കൂടുതൽ ആളുകളെ എന്ത് ചെയ്തു? ഓൾറെഡി നിയമിച്ചു. 1.5 വർഷമാണ് കഴിഞ്ഞത്. 1621 പേരെ നിയമിച്ചു. ഇനിയും 1.5 വർഷ കാലാവധി കൂടി എന്താണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന് മിച്ചമുണ്ട് എന്ന് പറഞ്ഞാൽ 1.5 വർഷം കൂടി അവശേഷിക്കുമ്പോൾ പകുതിയോടടുത്ത ആളുകളെ നിയമിച്ചു. ഓക്കെ, നല്ലൊരു നിയമനം ഇനിയും എന്താണ് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഒന്നാമത്തെ KSFE പോലെയുള്ള KSEB പോലെയുള്ള ബോർഡുകൾ ഉൾപ്പെടുന്ന ആ ഒരു റാങ്ക് ലിസ്റ്റ് നോക്കിയാൽ പ്രിലിംസിന്റെ കട്ട് ഓഫ് 39.0776 ദെൻ മെയിൻസിന്റെ കട്ട് ഓഫ് വരുമ്പോഴത്തേക്കും 43.33 ആയിരുന്നു. ഓക്കെ, ദെൻ ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ 653/2021 നമ്മുടെ KSRTC-യും ലൈഫ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റും അതേപോലെ കേരള ഹെഡ് ലോഡ് വർക്കേഴ്സും ഫാർമസ്യൂട്ടിക്കൽസും ഒക്കെ ഉൾപ്പെടുന്ന രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അവിടെ മെയിൻ ലിസ്റ്റിന്റെ കട്ട് ഓഫ് 53.67 ആയിരുന്നു. കാരണം നിയമനങ്ങൾ എന്താണ് ഒന്നാമത്തെ ലിസ്റ്റിനെ അപേക്ഷിച്ച് ഇവിടെ കുറവാണ്. ഒന്നാമത്തെ ലിസ്റ്റിനെ ഏതാണ്ട് പകുതിയോടടുത്ത് നിയമനങ്ങൾ മാത്രമേ രണ്ടാമത്തതിൽ നടക്കൂ. കാരണം ഗവൺമെന്റിന് പ്രോഫിറ്റബിൾ അല്ലാത്ത അല്ലെങ്കിൽ അത്ര നല്ല രീതിയിൽ റിട്ടേൺ തിരികെ കൊടുക്കാത്ത സ്ഥാപനങ്ങളാണ് ഈ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനകത്ത് ഉൾപ്പെടുക. അപ്പൊ രണ്ടാമത്തതിന്റെ കട്ട് ഓഫ് 53, അതായത് 10 മാർക്കിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ KSFE-യിലേക്ക് ഇടം പിടിക്കാനാണെങ്കിൽ അവിടെ കട്ട് ഓഫ് കുറയും, കാരണം നിയമനങ്ങൾ കൂടുതലായിട്ട് അവിടെ നടക്കും. രണ്ടാമത്തെ നോട്ടിഫിക്കേഷനിൽ കട്ട് ഓഫ് കൂടുതലായിരിക്കും, കാരണം അവിടെ നിയമനങ്ങൾ കുറവായിരിക്കും. ഇതാണ് വസ്തുത എന്ന് പറയുക. 1753 പേരെയാണ് രണ്ടാമത്തെ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കി. ആദ്യത്തേനകത്തിൽ 3700-ഉം രണ്ടാമത്തേനകത്തിൽ 1700 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2000 പേരുടെ വ്യത്യാസം മെയിൻ ലിസ്റ്റിൽ മാത്രം 2000 പേരുടെ വ്യത്യാസം എന്താണ് ഇത് തമ്മിലുണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പഠിക്കരുത്. പഠിക്കുമ്പോൾ കുറച്ചുകൂടെ കയറ്റി പിടിച്ചോണം, അല്ലേ? ഒരു 10 മാർക്കെങ്കിലും മോളിൽ കൊണ്ടുവെക്കാൻ, അല്ലേ, നിങ്ങളെ കൊണ്ട് പറ്റണം. അടിപൊളിയായിട്ട് നിങ്ങൾ പ്രിലിംസിന്റെ കാര്യത്തിലാണ് പറഞ്ഞത്, ആ ഒരു രീതിക്ക് പഠിക്കാതെ അതിനുശേഷം മെയിൻസിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി മാർക്ക് വാങ്ങിച്ച് ആദ്യ റാങ്കുകളിൽ എത്താനായിട്ട് നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, then ഇവിടെ നോക്കിയാൽ ഇതിന്റെ നിയമനം നോക്കിയാൽ 782 പേരാണ് നിലവിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ഇതിൽ നിന്ന് പോയിട്ടുള്ളത്. 1700 പേരേ ഉള്ളൂ. അതിൽ 782 പേര് പോയി. പകുതിയിൽ കൂടുതൽ ആളുകൾ പോയിട്ടുണ്ട്. ഇനിയും അധികം നിയമനങ്ങൾ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം 1.5 വർഷം കൂടെ 1.5 വർഷം 1 വർഷം 3 മാസം അത്രയും സമയം എന്താണ് ഇനിയും അവശേഷിക്കുന്നുണ്ട്. ധാരാളം നിയമനങ്ങൾ ഇനിയും എന്താണ് ഇവിടെ നിന്ന് നടക്കാനായിട്ടുമുണ്ട്. അപ്പൊ ഇതാണ് കട്ട് ഓഫിന്റെ അവസ്ഥ. ആദ്യത്തെ ലിസ്റ്റ് ആണെങ്കിൽ KSFE-യിലേക്കൊക്കെ ആണെങ്കിൽ 43.33, 53 രണ്ടാമത്തെ KSRTC പോലെയുള്ള സിഡ്കോ പോലെയുള്ള ഭാഗങ്ങളിലേക്കാണെങ്കിൽ 53 കട്ട് ഓഫ് ആയിട്ട് വന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുക. നല്ല സാധ്യതയുള്ളതാണ്. നിലവിൽ വരുന്നത് പോലെ വലിയ കട്ട് ഓഫുകളൊക്കെ വരാനുള്ള സാധ്യത ഇവിടെ കുറവാണ്. കോമ്പറ്റീഷൻ കൂടും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ആഴത്തിലേക്ക് ഇറങ്ങി പഠിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഈ ഒരു ഇതിനോടൊപ്പം തന്നെ വരാൻ സാധ്യതയുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരാനുണ്ട്. സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് ഓൾറെഡി വന്നു.
അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ്, അസിസ്റ്റന്റ് ജയിലർ, ഇതേപോലെയുള്ള നോട്ടിഫിക്കേഷനുകളൊക്കെ അപ്കമിങ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ഡിഗ്രി ലെവൽ വരാനുണ്ട്. അപ്പോൾ വലിയൊരു അവസരം 2026 നിങ്ങളെ കാത്തിരിപ്പുണ്ട്. പരീക്ഷകളായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തും. ആ അവസരങ്ങളെ നിങ്ങൾ കൈപിടിച്ച് കൈക്കുള്ളിലാക്കുക. കാരണം അവസരങ്ങൾ എല്ലാവർക്കും ഒരേപോലെയാണ് ലഭിക്കുക. അതിനെ പ്രയോജനപ്പെടുത്തുന്ന ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. വിട്ടുകളയുന്ന ആളുകൾക്ക് ഒരു കാരണവശാലും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ആ ഒരു അവസരത്തെ നിങ്ങളുടെ കൈപ്പിടിയിലാക്കുക, മാക്സിമം വർക്ക് ചെയ്യുക, പറ്റുന്നതിന് അത്രയും എഫോർട്ട് ഇടുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ 50 ടോപ്പിക്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ബേസ് ഉണ്ടാക്കാനായിട്ട് 50 ടോപ്പിക്സ് നിങ്ങൾക്ക് ഉപകരിക്കും. അതിന് ഇംഗ്ലീഷ് നോട്ടുകൾ അവിടെ വന്നിട്ടുണ്ട്. മലയാള നോട്ടുകളൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നല്ല വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ബാച്ച്, ഫിനിക്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ മക്കളെ. നിങ്ങൾക്ക് നാളെ കൂടി മാത്രമാണ് 20% ഡിസ്കൗണ്ടോടുകൂടി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുക. അതായത് ഡിഗ്രി ലെവൽ ബാച്ചാണ്. ഇത്രയും വലിയൊരു അവസരം നിങ്ങളുടെ മുൻപിൽ നിൽക്കൊണ്ട് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള നമ്മുടെ പൂജ ഹോളിഡേയുടെ ഓഫർ മക്കളെ നാളെ വരെയാണുള്ളത്. അതായത് 4999 രൂപയുടെ ബാച്ച് 3999 രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. 3999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് എത്രയും വേഗം ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക, പഠിച്ചു തുടങ്ങാം. ഇനി നിങ്ങൾ സമയം കളയരുത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, 250 സ്റ്റുഡൻസിന് മാത്രമേ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഈ ഓഫറിൽ. അതിൽ ഇനിയും വെറും 100 സീറ്റുകൾ കൂടി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവശേഷിക്കുന്നുള്ളൂ കേട്ടോ. 100-ൽ താഴെ സീറ്റുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഞാൻ ഈ പറയുന്ന സമയത്തും അപ്പുറത്ത് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 100-ൽ താഴെ അഡ്മിഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ വേഗത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോൺ എടുക്കുക, നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിക്കുക, 8281223366 എന്ന നമ്പറിലേക്ക് വിളിക്കുക. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തോ. അടിപൊളിയായിട്ട് പഠിച്ചോ. സൂപ്പർ നോട്ട്സ് കൂടെയുണ്ട്. ഈ കട്ട് ഓഫ് അല്ല, ഈ കട്ട് ഓഫിൻ്റെ ഒക്കെ അങ്ങ് മണ്ടയ്ക്ക് കൊണ്ടുവെക്കാനായിട്ട് നമുക്ക് പറ്റും. നമുക്ക് ബാച്ചിൽ കാണാം. താങ്ക് യു സോ മച്ച്.